ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ മോറോ ആർക്കിൻ്റെ പാർട്ട് 6 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് പോകാം. ഇതേ സമയം വെജീറ്റ യാർഡ്നെറ്റിലേക്ക് എത്തുന്നു. അവിടെയുള്ള യാർഡ്നേഴ്സിനൊക്കെ ഇവർക്ക് ഇത് വെജീറ്റ ആണെന്ന് മനസ്സിലാവുന്നു. കാരണം ഗോക്കു ഓൾറെഡി ഇവിടെ വന്നതുകൊണ്ട് തന്നെ വെജീറ്റയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെജീറ്റ അവിടെയുള്ള ഒരു എൽഡറായിട്ടുള്ള പ്യാബ്രയെ മീറ്റ് ചെയ്യുന്നു. വെജീറ്റ പറയും, ഗോക്കുവിന് പറഞ്ഞു കൊടുത്ത ടെക്നിക്ക് പോലെ എനിക്കും പഠിപ്പിച്ചു തരാൻ പറയും. ഈ സമയം പ്യാബ്ര പറയും, ഞങ്ങൾ ഗോക്കുവിന് ഒരു ടെക്നിക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മുടെ ബോഡിയിലുള്ള സ്പിരിറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നതാണ് ട്രെയിനിങ് ചെയ്ത് കൊടുത്തത്. അതായത് ഇവരുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് കീ എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള യാർഡ്നെറ്റ് എൽഡർ ആ സ്പിരിറ്റ് കൺട്രോൾ വെച്ച് ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഉപയോഗിക്കും. അവരുടെ തന്നെ കോപ്പീസ് ക്രിയേറ്റ് ചെയ്യും. അവരുടെ ബോഡി ജാൻജാറ്റിക്കായി മാറ്റും. ഹീല് ചെയ്യാൻ കഴിയും. അങ്ങനെ പലതരത്തിലുള്ള ടെക്നിക്സ് ഒക്കെ വെജീറ്റയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയും, ഇതൊക്കെ നീ ട്രെയിൻ ചെയ്യണമെങ്കിൽ ആദ്യം നിന്റെ സ്പിരിറ്റ് എനർജി കൺട്രോൾ ചെയ്യണം. അങ്ങനെ വെജീറ്റ ഇവരുടെ കൂടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സമയം ഗാലക്റ്റിക് കിങ് ജാക്കോവിനോട് പറയും, നമ്മുടെ ടീമിൽ ഇപ്പോൾ ആൾക്കാർ കുറവാണ്. ഗോക്കു, വെജീറ്റ, മിയറസ് 3 പേരും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോയി. അതുകൊണ്ട് എർത്തിലുള്ള സീ ഫൈറ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി പറയും. അങ്ങനെ ജാക്കോ ബുൾമയെ വിളിച്ച് എല്ലാ സീ ഫൈറ്റേഴ്സിനെയും ഗ്യാദർ ചെയ്യാൻ വേണ്ടി പറയും. ബുൾമ അതുപോലെ തന്നെ ചെയ്യുന്നു. ഈ സമയം പിക്കലോ ന്യൂ നാമയ്ക്ക് സെൻസ് ചെയ്യും. അവിടെ ആരും തന്നെ ഇല്ല. ന്യൂ നാമയ്ക്കിൽ എന്തോ പ്രശ്നം നടന്നതായി പിക്കലോവിന് മനസ്സിലാവുന്നു. ഈ സമയം മക്രാനി സിബ്ലിൻസ് ബ്ലൂ ആറും എടുക്കാൻ വേണ്ടി എർത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഇവർ വന്നത് പിക്കലോവിന് മനസ്സിലാവുന്നു. അങ്ങനെ അവർ എന്തിനാണ് വന്നത് എന്ന് നോക്കാൻ വേണ്ടി മക്രാനി സിബ്ലിൻസിന്റെ അടുത്തേക്ക് പിക്കലോ പോകുന്നു. മക്രാനി സിബ്ലിൻസ് പിക്കലോയെ കണ്ട ഉടൻ തന്നെ അവർ പിക്കലോയുമായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. പിക്കലോ ഇവരുമായി ഫൈറ്റ് ചെയ്ത് മക്രാനി സിബ്ലിൻസിനെ ക്യാപ്ചർ ചെയ്ത് വെക്കും. ഈ സമയം ബുൾമ കാമിയുടെ സ്ഥലത്തേക്ക് പോയി ജാക്കോയെ കോൾ ചെയ്ത് ഡെൻഡേക്ക് കൊടുക്കാൻ വേണ്ടി പറയും. ഈ സമയം ഡെൻഡേക്കും മറ്റുള്ളവർക്കും ന്യൂ നാമക്ക് നശിച്ചു. എർത്തിൽ വലിയൊരു ആപത്ത് വരുന്നുണ്ട്. മോറോയുടെ ആളുകൾ എപ്പോൾ വേണമെങ്കിലും എർത്തിലേക്ക് വരാം. ലൈഫ് എനർജി കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഡെൻഡേക്ക് മനസ്സിലാകുന്നു. ഈ സമയത്തായിരിക്കും ചില ഏലിയൻസ് എർത്തിൽ വന്നിട്ടുണ്ട്. പിക്കലോ അത് നോക്കാൻ വേണ്ടി പോയിട്ടുള്ള കാര്യം ഡെൻഡെ ജാക്കോവിനോട് പറയുന്നു. ജാക്കോ പറയും, ഒരു കാരണവശാലും അവരെ വിടരുത്. അവർ എർത്ത് വിട്ടു പോയാൽ വലിയ ആപത്താണ്. അവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്ത്. ആ സമയത്തിനുള്ളിൽ ഞാൻ അവിടെ എത്താമെന്ന് ജാക്കോ പറയുന്നു. പിക്കലോ ഈ കാര്യമൊന്നും അറിയാത്തത് കൊണ്ട് ബുൾമ ഈ ഇൻഫോർമേഷൻ അറിയിക്കാൻ വേണ്ടി പിക്കലോയുടെ അടുത്തേക്ക് പോകുന്നു. ഈ സമയം പിക്കലോ മക്രാനി സിബ്ലിൻസിനെ ക്യാപ്ചർ ചെയ്ത് നിങ്ങൾ എർത്തിനെ നശിപ്പിക്കാൻ വന്നതല്ലേ എന്ന് ചോദിക്കുന്നു. അവർ പറയും, നമ്മൾ എർത്തിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നതല്ല, ഇവിടെ കിട്ടുന്ന റിസോഴ്സ് എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. ഇത് കേട്ട് പിക്കലോ കുഴപ്പക്കാരല്ല എന്ന് തോന്നി ഇവരെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇവർ സ്പേസ്ഷിപ്പിൽ കയറി സഗാൻബുയെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ എർത്ത് പ്ലാനറ്റിലാണ് ഉള്ളത് എന്ന് പറയുന്നു. ഇവിടെ ലൈഫ് എനർജി കൂടുതലാണ്. ഇവിടെയാണ് പവർഫുൾ ആയിട്ടുള്ള വാരിയേഴ്സ് ഒക്കെ ഉള്ളത് എന്ന് ഇൻഫോം ചെയ്യുന്നു. അങ്ങനെ ഈ കാര്യം മോറോ, സഗാൻബു രണ്ടുപേർക്കും മനസ്സിലാകുന്നു. ഈ സമയം ബുൾമ അവിടെ വന്ന് അവരെ ക്യാപ്ചർ ചെയ്ത് അവരെ ജീവനോടെ വിട്ടാൽ എർത്തിന് ആപത്താണ് എന്ന് പിക്കലോനോട് പറയുന്നു. പിക്കലോ ഇത് കേട്ട ഉടൻ തന്നെ അവരുടെ സ്പേസ്ഷിപ്പിന് നേരെ അറ്റാക്ക് ചെയ്ത് ക്യാപ്ചർ ചെയ്ത് വെക്കുന്നു. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പിക്കലോ അറിയുന്നു. ഈ സമയം മോറോ എർത്തിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കുന്നു. മോറോ പറയും, ഇവിടെയാണ് സ്ട്രോങ്ങസ്റ്റ് ഫൈറ്റേഴ്സ് ഉള്ളത് എന്ന് മക്രാനി സിബ്ലിൻസ് പറഞ്ഞല്ലേ. അത് ഒന്നും കൂടി കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി സഗാൻബുവിനോട് 3 പ്രിസണേഴ്സിനെ ഭൂമിയിലേക്ക് അയക്കും. ഇതേ സമയം ഗോക്കുവും മിയറസും ട്രെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. ഈ സമയം മിയറസ് ഗോക്കുവിനോട് പറയും, നിന്റെ ഇമോഷൻസിനെ ആദ്യം കൺട്രോൾ ചെയ്യണം. കാരണം അൾട്രാ ഇൻസ്റ്റിക്റ്റ് സൂപ്പർ സൈയന്റെ ഓപ്പോസിറ്റ് ആണ്. നീ സൂപ്പർ സൈയൻ ആകുമ്പോൾ നിന്റെ ദേഷ്യം പുറത്തു കൊണ്ടുവരും. അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണമെന്ന് ഗോക്കുവിനോട് പറയുന്നു. ഈ സമയം ഗോക്കുവിന് മനസ്സിലാകും മിയറസിന് അൾട്രാ ഇൻസ്റ്റിക്റ്റിനെ പറ്റി അറിയാമെന്ന്. അങ്ങനെ ഈ സമയം ജാക്കോ എർത്തിലേക്ക് എത്തുന്നു. ജാക്കോവിന്റെ കൂടെ അവസാനമായി ന്യൂ നാമക്കിൽ സർവൈവ് ആയ നാമക്കനും കൂടെ ഉണ്ടാകും. അവന്റെ പേരാണ് എസ്ക. ഈ ഡെൻഡേക്ക് എസ്കയെ അറിയാം. അങ്ങനെ ജാക്കോ എർത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ മക്രാനി സിബ്ലിൻസിന്റെ സ്പേസ്ഷിപ്പ് ചെക്ക് ചെയ്യുമ്പോൾ സഗാൻബു അയച്ച ഒരു മെസ്സേജ് കാണുന്നു. അതായത് 3 പ്രിസണേഴ്സ് ഈ എർത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ കാര്യം സീ ഫൈറ്റേഴ്സിനോട് പറയുന്നു. ഇപ്പോൾ വരുന്ന 3 പ്രിസണേഴ്സും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആ 3 പേരിൽ 7-3 എന്ന പേരുള്ള ഒരുത്തനുണ്ട്. അവന് മറ്റുള്ളവരുടെ എബിലിറ്റി കോപ്പി ചെയ്ത് 30 മിനിറ്റോളം യൂസ് ചെയ്യാൻ അത് കഴിയും. അവന് മറ്റുള്ളവരുടെ കഴുത്ത് പിടിച്ചാൽ മാത്രമേ ഇത് വർക്കാക്കുകയുള്ളൂ. കൂടാതെ അവനെ സ്റ്റാമിന ലിമിറ്റേ ഇല്ല. ഒരു ആർട്ടിഫിഷ്യൽ ബീയിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതേ സമയം സീ ഫൈറ്റേഴ്സ് പറയും, ഇനിയും 10 ദിവസം സമയമുണ്ട്. ഈ സമയത്തിനുള്ളിൽ കുറച്ചും കൂടി ട്രെയിനിങ് ചെയ്ത് പവർഫുൾ ആകാം. ഇതേ സമയം എർത്തിൽ 3 പ്രിസണേഴ്സ് വരുന്നു എന്ന് പറഞ്ഞില്ലേ. അവർ വരുന്ന വഴിയിൽ കുറച്ച് സമയം ബ്രേക്ക് എടുക്കാമെന്ന് കരുതി തൊട്ടടുത്തുള്ള ഒരു പ്ലാനറ്റിലേക്ക് പോകുന്നു. ആ പ്ലാനറ്റിൽ മുള്ളൻപന്നി പോലെയുള്ള ആൾക്കാരാണ് ഉണ്ടാവുക. അവരുടെ പ്രധാനപ്പെട്ട പവർ എന്ന് പറയുന്നത് വേം ഹോൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. അങ്ങനെ ആ 3 പ്രിസണേഴ്സും ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക് എടുത്ത് തിരിച്ച് സ്പേസ്ഷിപ്പിലേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കായിരിക്കും 7-3 ആ ഒരു മുള്ളൻപന്നി പോലെയുള്ള ആൾക്കാർ വേം ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നത് കാണുന്നത്. അങ്ങനെ 7-3 ആ പവർ ഡയറക്റ്റ് കോപ്പി ചെയ്ത് വേം ഹോൾ ക്രിയേറ്റ് ചെയ്ത് എർത്തിലേക്ക് ഡയറക്റ്റ് എത്തുന്നു. ഇവർ എത്തിയ ഉടൻ തന്നെ സീ ഫൈറ്റേഴ്സ് ഒക്കെ ഷോക്ക് ആവുന്നു. ഈ പ്രിസണേഴ്സ് എത്തിയ ഉടൻ തന്നെ മക്രാനി സിബ്ലിൻസിനെ കാണുന്നു.
കൂടാതെ അവർ അവരെ കൊല്ലാനും വേണ്ടി ശ്രമിക്കുന്നു. അതിന് കാരണം സകാൻബുവിന്റെ ഓർഡർ ഇല്ലാതെയാണ് ഈ മക്രാനി സിബ്ലിങ്സ് എർത്തിലേക്ക് വന്നത്. അങ്ങനെ ഈ പ്രിസണേഴ്സ് മക്രാനി സിബ്ലിങ്സിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയം പിക്കലോ അത് തടയുന്നു. അങ്ങനെ പിക്കലോ ഇവരുമായിട്ടൊരു ഫൈറ്റിന് വേണ്ടി തയ്യാറായിരിക്കും. അങ്ങനെ ഇവരുടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ ഫൈറ്റിനിടയിൽ 7-3 പിക്കലോയുടെ പവർ കോപ്പി ചെയ്യുന്നു. അങ്ങനെ 7-3 പിക്കലോയുടെ പവർ ഉപയോഗിച്ച് പിക്കലോയെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ ഫൈറ്റിൽ പിക്കലോ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും പിക്കലോയുടെ സ്റ്റാമിന മൊത്തം കുറയുന്നു. എന്നാൽ 7-3 കണ്ടിന്യൂസ് ആയിട്ട് പിക്കലോയെ അറ്റാക്ക് ചെയ്യുന്നു. ഇതേ സമയം പിക്കലോയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഗോഹോൺ അവിടത്തേക്ക് കടന്നു വരുന്നു. ഗോഹോൺ എത്തിയ ഉടൻ തന്നെ പിക്കലോ പറയും, ഒരു കാരണവശാലും അവൻ നിന്റെ കഴുത്ത് പിടിക്കാൻ പാടില്ല. കഴുത്ത് പിടിച്ചാൽ നിന്റെ പവർ കോപ്പി ചെയ്ത് 30 മിനിറ്റോളം അവന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ 7-3യും ഗോഹോണും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ 7-3 ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പിക്കലോയുടെ പവർ ആയതുകൊണ്ട് ഗോഹോൺ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ 7-3യെ ഈസിയായി ഡിഫീറ്റ് ചെയ്യും. അങ്ങനെ ഗോഹോൺ അവസാനം കാമേഹാമേഹ യൂസ് ചെയ്യാൻ പോകുമ്പോഴേക്കും 7-3 മോറോയുടെ പവർ യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇതിന് കാരണം 7-3ക്ക് വേറെ ഒരു എബിലിറ്റി കൂടിയുണ്ട്. ഒരാളെ ടച്ച് ചെയ്ത് അവരുടെ പവർ സ്റ്റോർ ചെയ്ത് വെച്ച് വേണ്ട സമയത്ത് യൂസ് ചെയ്യാൻ ഈ 7-3ക്ക് കഴിയും. 7-3 വരുന്ന സമയത്ത് തന്നെ മോറോയെ ടച്ച് ചെയ്തിട്ടാണ് വന്നത്. കാരണം മോറോയുടെ പവർ എപ്പോൾ വേണമെങ്കിലും യൂസ് ആകുമെന്ന് വെച്ച്. അങ്ങനെ ഗോഹോണിന്റെ കാമേഹാമേഹ അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്യും. ഇപ്പോൾ 7-3ക്ക് മോറോയുടെ പവർ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള സീ ഫൈറ്റേഴ്സിന്റെ ഒക്കെ ലൈഫ് എനർജി അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. ഈ സമയം എർത്തിൽ വന്ന പ്രിസണേഴ്സിൽ ഒരുത്തൻ സകാൻബുവെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് പറയും, ഈ പ്ലാനറ്റിലുള്ള ഫൈറ്റേഴ്സ് ഒക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. 7-3 ഇപ്പോൾ മോറോയുടെ പവർ വെച്ചാണ് സീ ഫൈറ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഉടനെ മോറോ അവിടെ നടക്കുന്നത് എന്താണെന്ന് കാണണമെന്ന് പറഞ്ഞ് ലൈവായി അത് സ്പേസ്ഷിപ്പിൽ നിന്ന് കാണും. അങ്ങനെ 7-3 സീ ഫൈറ്റേഴ്സിന്റെയും പ്ലാനറ്റിന്റെയും എനർജി അബ്സോർബ് ചെയ്യുന്നത് മോറോ കാണുന്നു. ഈ സമയം സീ ഫൈറ്റേഴ്സ് മുഴുവനും വീക്കായിട്ടാണ് ഉണ്ടാവുക. ഈ സമയം പിക്കലോ പറയും, നമ്മൾ മരിച്ചാലും കുഴപ്പമില്ല, ഗോക്കും വെജിറ്റ നിങ്ങളെ വന്ന് ഡിഫീറ്റ് ചെയ്യും. നിങ്ങളെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും ട്രെയിനിങ് ചെയ്യുകയാണെന്ന് പിക്കലോ പറയുന്നു. ഇത് മോറോ കേൾക്കുന്നു. ഗോക്കു വെജിറ്റ എന്ന് കേട്ട ഉടൻ തന്നെ മോറോ അവരുടെ ചെറിയ പവർ അബ്സോർവ് ചെയ്തപ്പോഴേക്കും മോറോയുടെ പവർ നല്ല രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ മോറോ പറയും, എർത്തിലുള്ള ആരുടെയും പവർ അബ്സോർബ് ചെയ്യരുത്, നിങ്ങൾ ഇപ്പോൾ തന്നെ എർത്തിൽ നിന്ന് പോയിക്കോളൂ എന്ന് മോറോ പ്രിസണേഴ്സിനോട് പറയുന്നു. ഗോക്കു വെജിറ്റ രണ്ടുപേരും എർത്തിൽ വന്നിട്ട് പിന്നീട് നമുക്ക് ആ കാര്യം നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ 7-3 അബ്സോർബ് ചെയ്യുന്നത് നിർത്തി 3 പ്രിസണേഴ്സും എർത്തിൽ നിന്ന് പോകുന്നു. 2 മാസം കഴിഞ്ഞ് വരും. കൂടെ മോറോയും ഉണ്ടാകും. മോറോയ്ക്ക് ഗോക്കു വെജിറ്റയുടെ എനർജി അബ്സോർബ് ചെയ്യണം എന്ന് പറഞ്ഞാണ് പ്രിസണേഴ്സ് എർത്ത് വിട്ട് പോകുന്നത്. സീ ഫൈറ്റേഴ്സ് പറയും, 2 മാസം സമയമുണ്ട്, അതിനുള്ളിൽ സ്ട്രോങ് ആകണം. ഇനിയും 2 മാസം സമയമുള്ള കാര്യം ഇത് ഗോക്കുവിനെ അറിയിക്കുന്നു. അങ്ങനെ ഗോക്കു മിയറസും ഹൈപ്പർബോളിക് ടൈം ചേമ്പറിന്റെ ഉള്ളിൽ നിന്നും ട്രെയിൻ ചെയ്യുന്നു. ഈ ഹൈപ്പർബോളിക് ടൈം ചേമ്പറിൽ 2 മാസം എന്നത് 6 മാസമാണ്. ഈ സമയത്തിനുള്ളിൽ എന്റെ അൾട്രാ ഇൻസ്റ്റിക്റ്റ് മാസ്റ്റേർഡ് ചെയ്യണമെന്ന് ഗോക്കു പറയുന്നു. അങ്ങനെ ഇവർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും.